ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നല്ല നല്ല പാട്ടുകളുണ്ട്, ഒത്തിരി കഥകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് പറയാനുണ്ട്. ഇതൊന്നും കൂടാതെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ ഇന്ന് ടോപ്പ് സിംഗറിന്റെ കൂടെ ചേരുന്നുണ്ട്. അതാരാണെന്നൊക്കെ നമ്മൾ വഴിയേ അറിയും. അതിനു മുന്നേ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, മധു അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം. രണ്ട് സുന്ദരന്മാരും ഒരു സുന്ദരിയും റെഡിയല്ലേ? റെഡി. പാട്ട് കേൾക്കാം. അപ്പൊ 3 പേരുടെ ശ്രദ്ധയ്ക്ക്, ഞാൻ നമ്മുടെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ പറഞ്ഞില്ലേ ഇന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ശുക്രൻ മൂവിയുടെ ടീമാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അത് മാത്രല്ല, ഇതിലൊരാൾ എനിക്ക് വളരെ സ്പെഷ്യലാണ്. കാരണം എൻ്റെ ഫസ്റ്റ് സമയത്തെ അമർ അക്ബർ ആന്റണി സിനിമ ഇപ്പോഴും എന്നെ കണ്ട ആൾക്കാർ പാത്തു എന്നാ വിളിക്കുക. അങ്ങനെ അത് അമർ അക്ബർ ആന്റണിയിൽ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ അതിലൊരാളായിട്ടുള്ള ബിബിൻ ചേട്ടൻ ഈ കൂടെ ഉണ്ട്. ബിബിൻ ചേട്ടനെ ഞാൻ കുറച്ച് കാലം കൂടിയാണ് കാണുന്നത്. അപ്പൊ ബിബിൻ ചേട്ടനുണ്ട്, ചന്തുനാഥ് ചേട്ടനുണ്ട്, പിന്നെ ആദ്യ പ്രസാദ്. ഇങ്ങനെ 3 പേരാണ് നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത്. വിളിക്കാം അല്ലേ? സോ ലെറ്റ്സ് വെൽക്കം ദ ടീം ശുക്രൻ. ബിബിൻ ചേട്ടാ, ഞാൻ ആലോചിക്കരുത് വന്നപ്പോ തന്നെ ഈ സാധനം കത്തിച്ചില്ലേ ഇപ്പൊ. ഓക്കെ, അത് കാണാനാണ് ഇവിടെ പലരും കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ. ഓ, അത് വിഷ്ണുവിനൂടെ അല്ലേ സ്ക്രിപ്റ്റ് ചെയ്തത്? അതെ. അപ്പൊ തൊട്ട് ഞാൻ കാണണമെന്ന് വിചാരിക്കുന്ന വ്യക്തിയാണ്. ആണോ? ആ, സമാധാനമായല്ലോ. എനിക്ക് സാറിന് എന്നെ മനസ്സിലായില്ലെന്ന് മനസ്സിലായില്ലെന്നല്ല, അയ്യോ സാറിനൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ലെന്ന് തോന്നണമെന്ന് ഞാൻ പറഞ്ഞ ശരിയാ. മനസ്സിൽ ആയിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. അത് മതി സാറേ. സാറിന്റെ വലിയ ആരാധകനാണ് ഞാൻ. ഒരുപാട് പാട്ടുകള് ഞാൻ സത്യത്തില് ആദ്യം TV ചാനലിലെ എഴുത്തിലാണ് വരുന്നത്. അപ്പോൾ കോമഡി കസിൻസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ് ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത്. അതില് ഞാൻ സാറിനെ വെച്ചിട്ട് സ്കിറ്റ് ചെയ്തിട്ടുണ്ട്. വേറൊന്നുമല്ല, സാറിന് പാട്ട് പാടണമെങ്കിൽ മഴ വേണമെന്നും പറഞ്ഞിട്ടൊരു സാധനമൊക്കെ ഞാൻ ചെയ്തു. ബൈജു ജോസ്, ബാബു ജോസ് ഒക്കെ ചെയ്ത ഇങ്ങനെയായിരുന്നു അത്. സാറിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയും, സാറേ ഒരു പാട്ട് പാടണം. ഇല്ലില്ല ഞാൻ പാടില്ല. അങ്ങനെ പറയരുത് സാറേ, പാടണം. ഇല്ല ഞാൻ പാടില്ല എന്ന് പറയുമ്പോ അപ്പൊ തന്നെ ഒരു ഓസ് എടുത്തിട്ട് നേരെ വെള്ളം മേത്തേക്ക് ഒഴിക്കുമ്പോ സാർ അതന്ന് എനിക്ക് ചെയ്ത അത് മാത്രമല്ല, സാറ് ചെയ്ത ഒരുപാട് പാട്ടുകള് അമ്മമഴക്കാറായിക്കോട്ടെ, ഇന്നലെ എന്റെ നെഞ്ചിലായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഉണ്ടെങ്കിലും എന്റെ ഫേവറേറ്റ് എനിക്ക് തോന്നുന്നു പടത്തിൽ വന്നിട്ടുണ്ടോന്ന് അറിയില്ല സാറേ, മഹാസമുദ്രം എന്ന് പറഞ്ഞ പടത്തില് ഭയങ്കര ഇഷ്ടം. ഇത്രയൊക്കെ എന്നെ പറ്റി അറിയാവുന്ന ആളാണല്ലോ ബിബിൻ. ദാറ്റ്സ് ഗ്രേറ്റ്. ഈ സിനിമ ഒരു റൊമാൻറ്റിക് കോമഡി ത്രില്ലർ ആണെന്ന് പറഞ്ഞു കേട്ടു. അതെ. ശുക്രൻ. അപ്പൊ സാധാരണ പറയും ശുക്രൻ അടിച്ചടാ എന്നൊക്കെ പറയുന്നത് ആ ശുക്രനാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശുക്രനാണോ? ഈ ശുക്രൻ അറബിയില് ശുക്രൻ എന്ന് വെച്ചാൽ നന്ദി. അത് ആ ശുക്രനാണോ? ആ ശുക്രനല്ല, പടം കണ്ടാലാണ് ഞങ്ങൾക്ക് ശുക്രൻ. അതായത് പ്രേക്ഷകരോടുള്ള നന്ദി. പടം കണ്ട അറബി, ഇല്ലെങ്കിൽ നമ്മുടെ മറ്റേ ശുക്രൻ. രണ്ടുണ്ട്. അത് ശരി. ശുക്രൻ ഫാക്ടർ ഉണ്ട്, അത് ആർക്കടിക്കും. അപ്പൊ ചന്തു നമസ്കാരം സർ. വെൽക്കം ടു ടോപ്പ് സിംഗർ സീസൺ 6. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്താണ് സിനിമയെ പറ്റി പറയാനുള്ളത്? സിനിമ നേരത്തെ പറഞ്ഞ ഒരു ഫാമിലി കമേഴ്ഷ്യൽ റൊമാൻറ്റിക് എന്റർടൈനറാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് തമാശ ഒരു സിനിമയാണെന്നാണ് എനിക്ക് ആദ്യം വിചാരിക്കുന്നത്. പക്ഷെ തമാശ കുറച്ചുണ്ട്, ഇമോഷൻ ഉണ്ട്, ഡ്രാമയുണ്ട്, റൊമാൻസ് ഉണ്ട്, പാട്ട്, ഡാൻസ്, ഫൈറ്റ് എല്ലാം ചെയ്യുന്ന ഒരു അബ്സല്യൂട്ട് കൊമേഴ്ഷ്യൽ പാക്കേജ് ആണ്. പിന്നെ ധൈര്യമായിട്ട് ഫാമിലി എല്ലാവർക്കും, കുട്ടികളും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് പോയിരുന്ന് ധൈര്യമായിട്ട് ഈ സിനിമ കാണാം. അത് നമുക്ക് ഈറിയായിട്ട് നമ്മളെ ടേക്കൺ ബാക്ക് എന്ന് പറയുന്ന ഒന്നും ഈ സിനിമയിൽ ഇല്ല. അത് ഉബൈനിയാണ് സംവിധാനം, രാഹുൽ കല്യാണാണ് ഇതിന്റെ രചന. ഷൈൻ ടോം ചാക്കോ, നസീർ, കോട്ടയം നസീർ ഉണ്ട് അല്ലേ? ഒരുപാട് ടിനി ടോം, ഒരുപാട് പിന്നെ ആദ്യ പ്രസാദ്. അത് പറയാതെ പോരുത്. തമിഴ്നാടിന്റെ രോമാഞ്ചം ആദ്യ പ്രസാദ് മലയാളത്തിലേക്ക് അവതരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇവിടെ ഒരാൾ വന്നിട്ട് മിണ്ടാതെ ഇരിക്കുന്നത്, ഒന്നും പറയുന്നില്ല. സംസാരിച്ച് കഴിയുമ്പോ തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ്. ഇവർ രണ്ടുപേരും സംസാരിച്ചു തുടങ്ങിയാ പിന്നെ നിർത്തൂല. പിന്നെ എന്റെ പേര് ആദ്യ പ്രസാദ്. സോ കുറെ നാളിന് ശേഷം മലയാളത്തിൽ നായികയായിട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. എങ്ങനെയുണ്ട് ശുക്രൻ മൂവി എക്സ്പീരിയൻസ്? ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയാ, നല്ലൊരു ഫാമിലി ത്രില്ലർ,
പിന്നെ നല്ല കാസ്റ്റ് ആൻഡ് ക്രൂ. ഇത് ശുക്രന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയണം. അതവിടെ ഇരുന്ന് നമ്മൾ ബാക്കി സംസാരിക്കാം. അതിന് മുന്നേ ഒരു കാര്യം മോളെ, നിങ്ങളെ മൂന്നുപേരും എനിക്ക് ഭയങ്കര ഇഷ്ടം, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ എങ്ങനെയെങ്കിലും ഈ മനുഷ്യനെ കാണുമ്പോൾ ഞാൻ പറയായിരിക്കും മതിച്ചേട്ടനെ. ഞാൻ അപ്പൊ ഈ കഴിഞ്ഞ നമുക്ക് പറഞ്ഞോണ്ടോ പറയാത്തെ. അതല്ലേ നമുക്ക് എല്ലാവർക്കും ഈ നമുക്ക് മോഹൻലാലിന്റെ ലാലേട്ടനെ കാണുമ്പോൾ നമുക്ക് ഒരു ഉമ്മ കൊടുക്കാൻ തോന്നില്ലേ? അങ്ങനെയൊക്കെ ഒരു പുള്ളിയുടെ പാട്ട് കൊടുക്കണോ? എനിക്ക് കാണണം. ഇല്ലില്ല കൊടുക്കണം. പറ്റൂല. ചന്തു കൊടുക്കണം. ഉമ്മ സ്വീകരിക്കാൻ തയ്യാറാണോ? തയ്യാറാ. രാവിലെ MJ sir ഒന്ന് കൊടുത്തതേ ഉള്ളൂ. നമ്മൾ അസാധ്യം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര സ്നേഹം തോന്നുന്നൊരു അൾട്ടിമേറ്റ് പാടി അങ്ങനെ എനിക്ക് പറയാറുണ്ട്. ഇരുന്ന് ശങ്കരാഭരണം പാടൂടാ ഇവിടെ ഇരുന്ന്. ഇനി ആ ശങ്കരാഭരണത്തിന്റെ അവസാനത്തെ വരിയിലെ മറ്റേ ആ മഴയും കൊടുങ്കാറ്റൊക്കെ പെയ്യൂലേ, അത് വേണമെങ്കിൽ അത് ശബ്ദം അനുകരിക്കും. ഞാൻ നമ്മള് സിനിമ എഴുത്തും പരിപാടിയൊക്കെ ഉണ്ടായ സമയത്ത് എല്ലാത്തിനും ഞാൻ പറയും പാട്ട് ചേട്ടന് മതിച്ചേട്ടൻ. അപ്പൊ ഉമ്മയല്ല, എനിക്കൊന്ന് കണ്ടിട്ട് അയ്യോ ഉമ്മ കൊടുക്കണം. ഒരു ഉമ്മ കൊടുക്കടാ പ്ലീസ് റാ. കിട്ടിയോ? നിനക്ക് എന്താ അത്ര മടി? ഇന്ന് മതിച്ചേട്ടന് 2 ഉമ്മ കിട്ടിയത്. മധുക്കൾ ഇന്ന് മൊത്തം ഉമ്മ ദിവസം അല്ലേ? അതെ, രാവിലെ തൊട്ട് തുടങ്ങിയ ഉമ്മ. നമുക്കിന്ന് എണ്ണാം. ഒരു പാട്ട് 2 ഉമ്മ. താങ്ക് യു സോ മച്ച്. അങ്ങനെ ശുക്രൻ 11-ലാണ്. കുറച്ച് തമാശ, നല്ല പാട്ടുകള്, നല്ല ആക്ഷൻ, നല്ല ത്രില്ലർ, ഫ്രണ്ട്ഷിപ്പ്, ലവ്, എല്ലാത്തിനും പ്രാധാന്യമുള്ള കംപ്ലീറ്റ് എന്റർടൈനർ ആണ് ശുക്രൻ. അപ്പൊ ശുക്രൻ ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ. ശുക്രൻ അടിക്കട്ടെ എല്ലാവർക്കും. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി അവിടെ ഇരുന്ന് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. താങ്ക് യു സോ മച്ച്. എനിക്ക് ഇനി ആർക്കെങ്കിലും ഉമ്മ കൊടുക്കണോ? വേറെ ആർക്കെങ്കിലും? മധു അങ്കിൾ, ഓയ് നമ്മുടെ മാജിക്കൽ മെലഡി റൗണ്ട് വന്നെത്തിയിരിക്കുകയാണ്. ആഹാ, നല്ലൊരു മെലഡി കേൾക്കാൻ തോന്നുന്നില്ലേ എല്ലാവർക്കും? തീർച്ചയായിട്ടും നന്നായിട്ട് Okay. തോന്നുന്നുണ്ട്. അതെ, പിന്നെ പ്രത്യേകിച്ച് നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റുകൾ വന്നിട്ടുള്ളത് കൊണ്ട് അതെ, അവർക്കും നിങ്ങളെ തോന്നുന്നുണ്ടാവും. മെലഡി റൗണ്ട് കേൾപ്പിക്കണല്ലോ. അതെ. അതുകൊണ്ട് മാജിക്കൽ മെലഡി റൗണ്ട് ആണ് വരുന്നത്. ഒരു കാസർഗോഡുകാരനാണ് വരുന്നത്. അതിനൊരു സ്പെഷ്യൽ ഭംഗിയും കൂടെ ഉണ്ട് അല്ലേ? നമ്മുടെ റിജ്വൽ കുട്ടനാണ്. ആര്യ ചേച്ചിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളാണ്. സോ ലെറ്റ്സ് വെൽക്കം റിജ്വൽ കൃഷ്ണ ഓൺ സ്റ്റേജ്. എപ്പോഴും ഇവന്റെ വരവ് വളരെ പതുക്കെയായിരിക്കും. പക്ഷേ ഋജ്വലൻ ഒരു ഉജ്ജ്വലനാണ്. അതെ, പാട്ടിൽ സംശയമുണ്ടോ? ഇല്ല. കൊച്ചിന് സംശയമുണ്ടോ? ഇല്ല. അവന് ഒരു സംശയമില്ല, നമുക്ക് ഒരു സംശയമില്ല. ഇവിടെ കുറച്ച് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്, കണ്ടോ? ശുക്രൻ എന്ന് പറഞ്ഞിട്ടുള്ള പടമല്ലേ? അവൻ അറിയാം. ശുക്രൻ ഉജ്ജ്വലിന് നന്നായിട്ട് ശുക്രനെയൊക്കെ അറിയാൻ പറ്റും, കാരണം അച്ഛൻ ജോത്സ്യനാ. ആണോ? അല്ല, പടത്തിന് എന്താ ശുക്രൻ എന്ന് പറഞ്ഞിട്ടുള്ള പേരിട്ട ഗ്രഹത്തിന്റെ? അതെ, ഗ്രഹവുമായിട്ട് തന്നെ ബന്ധപ്പെട്ടാണ്. അതായത് ഈ പടത്തിലെ നായകന്റെ പേര് നന്ദു എന്നാണ്. അതായത് പ്രധാന കഥാപാത്രം നന്ദു ആണ്. നന്ദുവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ ശുക്രൻ അവന്റെ ജീവിതത്തിൽ എപ്പോ വരും എന്നുള്ള ചോദിച്ചിട്ടാണ് ഈ സിനിമ. അവന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് വേറെ ആര് എന്തൊക്കെ തെറ്റ് ചെയ്താലും അതൊക്കെ ഇവന്റെ തലയിലാവുന്ന ഒരു ജാതകമാണ് നന്ദുവിന്റെ. അവന്റെ ജീവിതത്തില് എന്നാണ് ശുക്രൻ ഉദിക്കുന്നത് എന്നുള്ളതാണ് ഈ സിനിമയുടെ കഥ. സൂപ്പർ. വെരി നൈസ്. അതുകൊണ്ടാണ് ഇതിൽ പറയുന്നത് സ്വയംകൃത ദോഷസ്യ എന്നൊക്കെ. അതാണ് സ്വയംകൃത ദോഷസ്യ. കറക്റ്റ്. പിന്നെ സംശയമില്ല. ഇവൻ കാസർഗോഡുകാരനെന്ന് വന്നപ്പോഴേ മനസ്സിലായിട്ടോ. എന്താ? കാരണം കാസർഗോഡാണ് നമ്മുടെ ഫാഷന്റെ തുടക്കം. അതെ, അതായത് കേരളത്തിൽ വരുന്ന എന്തൊക്കെ ട്രെൻഡ് ഉണ്ടോ അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അവിടെ നിന്ന് നേരെ തലശ്ശേരി പൊക്കും. തലശ്ശേരിയിലെ പിള്ളേര് പൊക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ കറങ്ങി തിരിഞ്ഞാണ് നമ്മുടെ എറണാകുളത്ത് വരുന്നത്. ആ ഫാഷൻ അവന്റെ ഷൂവില് കണ്ട് പിടിച്ചവനെ. അപ്പൊ ഏത് പാട്ടാ പാടാൻ പോകുന്നേ? രാവ് നിലാപ്പൂവ്. സ്നേഹം. Yes. ഒത്തിരി സ്നേഹം നിന്റെ അടുത്ത്. ഡീറ്റെയിൽസ് പ്ലീസ്. സിനിമ സ്നേഹം, വർഷം 1998, ലിറിക്സ് കൈതപ്രം ലിറിക്സ് യൂസഫ് അലി കച്ചേരി സാറ്. അല്ലേ? പേരറിയാത്തൊരു നമ്പർ അത് അത് യൂസഫ് അലി സാർ. ആണോ? ഓ, അപ്പൊ എന്റെ മിസ്റ്റേക്കാ. മ്യൂസിക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറ്. യെസ്, പാടിയത് യേശുദാസ് സാറ്. വെരി ഗുഡ്. ഓക്കെ. മിടുക്കൻ. ഇതിന്റെ ഓർക്കസ്ട്രേഷൻ ആരായിരിക്കും? ഇതിന്റെ ഓർക്കസ്ട്ര ചെയ്താരാ ഈ പാട്ടിന്റെ? ടോപ്പ് ബാൻഡ്. ടോപ്പ് ബാൻഡ്. ഇവിടെ ഇരിക്കണം MJ അങ്കിൾ. MJ അങ്കിളാ? എനിക്ക് ഈ സിനിമയായിട്ടുള്ള ബന്ധം കഴിഞ്ഞ ദിവസം പേരറിയാത്തൊരു നൊമ്പരത്തെ പാടിയപ്പോ ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ ഇതിലെ പാട്ടുകളൊക്കെ ഓർക്കസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ ഗുരുനാഥനാണല്ലോ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറ്. അദ്ദേഹത്തിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈണമാണ്. പെരുമ്പാവൂർ സാറിന്റെ മ്യൂസിക് അങ്ങനെയാണ്, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ അതങ്ങനെ ഓർക്കസ്ട്രേറ്റ് ചെയ്യാനായിട്ടുള്ള
അതുപോലെ ഈ പാട്ടിന്റെ ട്രാക്ക് പാടാനായിട്ടുള്ള അതുപോലെ ഈ സ്നേഹം എന്ന് പറഞ്ഞ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ആകാനായിട്ടുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പാട്ട് ഇവിടെ തന്നെ ഇരിക്കുന്ന ഒരു പാട്ട്. സ്പെഷ്യലാണ്. ഋജുല, നിനക്ക് ശുക്രൻ ഉദിക്കട്ടെ. അതെ, അതെ അതെ. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്.
ഗുഡ് ഗുഡ് മോനെ ഗുഡ് നൈസ്. താങ്ക് യു. മധുവേ, ഈ പാട്ടിന്റെ ഭയങ്കര ബ്യൂട്ടി എന്ന് പറയുന്നത് ചില നമ്മുടേതായിട്ടുള്ള ചില രാഗങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ചില തെളിമയുണ്ട്. അതെ അതെ അതെ. ഈ കുറിഞ്ചി എന്ന് പറഞ്ഞ രാഗം, കുറിഞ്ചി. അതിലുള്ള ഒരു പദം ഇപ്പോൾ ഒരു ആഡിലൂടെ ഭയങ്കര പോപ്പുലർ ആണ്. പഴയ കാലത്ത് മുതൽ നമ്മുടെ അമ്മമാരൊക്കെ പാടുന്ന ഏതോ താരാട്ടിന്റെ ഈണം പോലെയൊക്കെയാണ് ഈ രാഗം ഇങ്ങനെ പറഞ്ഞത്, കുറിഞ്ചി എന്ന് പറഞ്ഞ രാഗം. അപ്പൊ അതിന്റെ ഛായകളാണ് ഇത്. അപ്പൊ അത് അധികം നമ്മുടെ മലയാള സിനിമയിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ അത് പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാറിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്റ്റാമ്പാണ്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് കമ്പോസ് ചെയ്യുന്ന സമയത്തെ ചില നിമിഷങ്ങൾ ഇങ്ങനെ ഓർക്കണം. അതില് യൂസഫ് അലി സാറാണ്. അപ്പൊ സാർ എന്നെ വിളിക്കുന്നത് കുട്ടി എന്നാണ്. അപ്പൊ എൻ്റെ അടുത്ത് പറയും, കുട്ടി ആ ട്യൂൺ പാടൂ. അപ്പൊ ഞാൻ പറഞ്ഞു താരേ തര താരേ എന്ന് പറയും. അപ്പൊ കുറച്ച് കഴിയുമ്പോ കുട്ടി പാടി നോക്കൂ എന്ന് പറയും. അപ്പൊ അങ്ങനെ രാവ് നിലാപൂവ് അങ്ങനെ പാടിയതൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഒരുപാട് എല്ലാം ഓർമ്മ കൂടുകളാണല്ലോ ഓരോ പാട്ടെന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് ഇവിടെ വന്നിരിക്കണതിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചപ്പോ ഇത് പറയണം തോന്നിയതാണ്. ഉജ്ജ്വലൻ നല്ല ഒരു അറ്റംപ്റ്റ് ആണ് കേട്ടോ ഈ പാട്ടിന്റെ. ചില ഭാഗങ്ങളൊക്കെ അസാധ്യമായിട്ട് മലയാളത്തിന്റെ ബ്യൂട്ടി അതിങ്ങനെ കവർന്നെടുത്താണ് പല വരികളും പാടിയിട്ടുള്ളത്. അങ്കിളിന് പറയാനുള്ള ഒരു സജഷൻ പറയട്ടെ. രാവ് എന്ന് പറയാം, വീട് ഒരു ഈ അത് ഇല്ലാതെ രാവ് വ് വീട് കൂട് എന്ന് പറയല്ലേ. അപ്പൊ അങ്ങനെ ഒന്ന് പാടി കേൾപ്പിക്കാമോ? രാവ് നില നിലാപൂവ് പരാഗേ ഒരു പൂങ്കാവ് പൂങ്കാവ് വീട് കിളിക്കൂട് എല്ലാം പാട്. വീട് കിളിക്കൂട് അമ്മ കിളി ഒന്ന് പാട് പാട് പാട്. അതെ. അനുപല്ലവി ചരണത്തിലും രണ്ട് സ്ഥലങ്ങളില് ജസ്റ്റ് ഒന്ന് വിട്ടുപോയല്ലേ, ശ്വാസം കിട്ടാത്തോണ്ടാണ്. ഒരേ സ്ഥലമാണ്. തൊണ്ട ചെറുങ്ങനെ ഡ്രൈ ആയി. അത് ആരാണ് ഇങ്ങനെയൊക്കെ ഉജ്ജ്വലിനെ ബുദ്ധിമുട്ടുണ്ടാക്കണ ആരാണ്? നമുക്ക് പിടിച്ചൊരു ഇടി കൊടുക്കാം കേട്ടോ. ഉജ്ജ്വലിനോടാ കളി. ആലോചിക്കാം അത് പറ്റത്തില്ല, അങ്ങനെയൊന്നും ഉജ്ജ്വലിനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റൂല. ഉജ്ജ്വലിനെ ഇപ്പൊ പാടുന്ന കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് പാടത്. ഓമനിക്കാം. പഠിക്ക കളഭം ഇലച്ചീന്തിൽ മുകിൽ മുടിയിൽ കൃഷ്ണ തുളസി ചുവരിൽ ഹരിചിത്രം മൃദു മനസ്സിൽ ശുഭതീർത്ഥം. കളഭം ഇലച്ചീന്തിൽ മുകിൽ മുടിയിൽ കൃഷ്ണ തുളസി ചുവരിൽ ഹരിചിത്രം മൃദു മനസ്സിൽ ശുഭതീർത്ഥം. അടുത്താണ് കേൾക്കണ്ടേ? ഓമനിച്ചു. ഓർമ്മകൾ വന്നു. ഓടിവരൂ നാലുകെട്ടിൽ പടിവാതിൽ ചാരാതെ തുറന്നിടാം. കണ്ടില്ലേ, ഒരു ശ്വാസത്തിനും ശബ്ദത്തിന്റെ പ്രശ്നത്തിനും നമ്മുടെ ഉജ്ജ്വലനെ അവിടെ നിർത്താൻ പറ്റൂല. അപ്പൊ പാടുമ്പോഴത്തേക്കും ശ്വാസമൊക്കെ ഒന്ന് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടുവരണം കേട്ടോ ഇനി പാടുമ്പോ. പക്ഷെ എല്ലാം കൂടെ എടുക്കുമ്പോഴത്തേക്കും ഒരു നല്ല ചന്തം ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ റുജ്വൽ കുട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പാടിയത്. കാരണം ഒരു ഇപ്പൊ പറഞ്ഞ പോലെ ഒരു മൊത്തത്തിലൊരു ആനച്ചന്തം ഉണ്ടായിരുന്നു പാട്ടിന്. പിന്നെ മലയാളം പാടുന്നതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. കറക്റ്റായിട്ട് പ്രൊണൗൺസിയേഷനൊക്കെ ഭൂരിഭാഗവും ശരിയാണ്, കറക്റ്റാണ്. പിന്നെ ശ്വാസം ബ്രത്ത് കൺട്രോൾ കുറച്ചും കൂടി ഒന്ന് വേണം. ശ്വാസത്തിന് ഇത് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? പ്രാക്ടീസ് ചെയ്യാറുണ്ട്, പക്ഷെ അധിക സമയം കിട്ടൂല. ഒരു 13 സെക്കൻഡ്. അതിനാ പ്രാക്ടീസ് ചെയ്യണം. 13 സെക്കൻഡ് ആണോ? അപ്പൊ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോ 14, 15, 16 കൂടി വരും കേട്ടോ. അവൻ ചെയ്യാറുണ്ടെന്ന് മനസ്സിലായില്ലേ? പ്രാക്ടീസ് മിടുക്കനാണ്. ചന്തു ചേട്ടനൊരു കാര്യം കാണണം. അതോ നിങ്ങൾ ശ്വാസം പിടി അത് കേട്ടിട്ടുണ്ടോ? അത് എപ്പം വേണോ കേൾക്കാം. ആണോ? മുന്നേ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. മധുവ ഒന്ന് ലൈവ് കേൾപ്പിച്ചെടുക്ക്. നമുക്ക് ജാടെടുക്കാൻ വേണ്ടി മധുവ കേൾക്കാനുള്ളൂ പ്ലീസ്. രാധയെ നിന്നെ തേടി ഞാൻ കേട്ടു, ഗംഗ കേട്ടു. അതൊക്കെ കണ്ട മീൻസ് പിയോ കേട്ടിട്ടുണ്ടോ? മധുവങ്ങളുടെ പിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതൊരു പ്രാക്ടീസ് ആണ്. ശ്വാസം കിട്ടാനല്ലേ. സ്റ്റോപ്പ് വാച്ച് കൂടെ. 1, 2, 3, 4
Pio 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 അതല്ല ശ്വാസം തീർന്നില്ല കേട്ടോ. വേറെ എന്തെങ്കിലും പറയാം. അല്ല വേറെ മീനാക്ഷി ഇതിപ്പോ ഞങ്ങളാണ് പിയോ പിയോ പാടിയിരുന്നെങ്കിൽ ഇതേ സൗണ്ട് തന്നെ വരുന്നത്, പക്ഷെ ആംബുലൻസിന്റെ സൗണ്ട് പിയോ പിയോ പിയോ. വേറെ എന്തെങ്കിലും ആക്കാം. ഇതിപ്പോ കൂടെ പറയാം. ഇത് തന്നെ 25 seconds ആണ്. ആഹാ. അതിന്റെ ഇടയ്ക്ക് ചിരിച്ചുപോയി. ശുക്രൻ ശുക്രൻ എന്ന് പറയാമോ? ശുക്രൻ ഓക്കെ. ശുക്രൻ ശുക്ര 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 ശുക്ര. ചേട്ടാ ഞങ്ങള് പ്രൊമോഷൻ നിർത്തി. എനിക്ക് എനിക്ക് ശുക്ര ഭഗവാൻ ശുക്ര പല ഭഗവാന്റെ സ്ഥലത്തും പോയിട്ടുണ്ട്, പക്ഷെ ഇത്രയും വലിയൊരു പ്രമോഷൻ ടോപ്പ് സിംഗറിൽ മാത്രമേ അല്ല ശുക്ര ഭഗവാന്റെ ഒരു അനുഗ്രഹം കൂടി ഉണ്ടാവും. ഗംഗ പാടാം. അങ്ങനത്തെ അത് പാടാം, എനിക്ക് മറ്റേ പൊന്നിൽ കുളിച്ചുരുന്ന അനുപല്ലവി പാടി അത് മതി. ഗംഗ നേരത്തെ പാടിയല്ലോ. അതെ. പവിഴം ഒഴിയും മൊഴിയിൽ മലർശരമേറ്റ മോഹമാണു ഞാൻ കാണാൻ കൊതി പൂണ്ടണയും മൃദുല വികാര ബിന്ദുവാണു ഞാൻ ഏകാന്ത ജാലകം തുറക്കൂ ദേവി നിൽപ്പൂ. സവാഷ് 25 സെക്കൻഡ് ഓടിച്ച്. അനായാസ ഗായകൻ എന്നൊരു ടൈറ്റിൽ നമ്മള് അനായാസ ഗായകൻ. അപ്പൊ റിജ്വൽ കൂട്ടാ ബ്രത്തിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ശരിക്കും ചെയ്യണം. അപ്പൊ ബ്രത്ത് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മാക്സിമം ശ്രുതിയിൽ നിൽക്കാനും ഫേഡ് ഔട്ട് ചെയ്ത് നിർത്താനൊക്കെ ഉള്ള അത് സ്റ്റഡി ആയിട്ട് നിർത്താനൊക്കെ ആയിട്ട് നമുക്ക് ബ്രത്ത് ശരിയായി കഴിഞ്ഞാൽ, ശ്വാസം ശരിയായി കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പല്ലവി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടടാ. താങ്ക് യു. ആ അമ്മക്കിളീന്ന് ഓരോ പ്രാവശ്യം പാടുമ്പോഴും നല്ല രസമുണ്ടായിരുന്നു, നല്ല ഫീല് കൊടുത്ത് പാടാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. മിടുക്കനാണേ കേട്ടോ. അടുത്ത പ്രാവശ്യം അപ്പം നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ട് ഗ്ലുമ് വരാതെ പാടും ഇല്ലേ? പ്രോമിസ്? ഓക്കെ. അപ്പൊ മാർക്ക് വേണ്ടേ? മാർക്കിന് മുന്നേ അവരുടെ അടുത്ത് ചോദിച്ചിട്ടേ അവൻ മാർക്കിന് വേണ്ടി സമ്മതിക്കൂ. ചോദിക്കാം അവരുടെ. എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? ഇതിന്റെ ബാക്ക് ഡ്രോപ്പ് അത് ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. അത് ഭയങ്കര കോംപ്ലിമെന്റിങ് ആയിരുന്നു, നമുക്ക് വിസ്താരല്ലേ? രണ്ട് പെരുമ്പാവൂർ സാറിന്റെ കാര്യം പറയുമ്പോൾ വീണ്ടും ഞാൻ കുടുംബത്തിലോട്ട് വരും. എന്റെ കുഞ്ഞിന്റെ പേര് നീലാൻഷ് എന്നാണ്, നീലൻ. അവനെ വിദ്യാരംഭത്തിന് കൊണ്ടുപോയത് സാറിന്റെ അടുത്താണ്, കാരണം സ്വാതിയുടെ ഗുരുവും കൂടാണ് പെരുമ്പാവൂർ സാർ. അപ്പൊ അങ്ങനെ ഒരു പാട്ട് കേൾക്കാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട്. പിന്നെ മോന്റെ കാര്യം പറയുമ്പോഴേ നമ്മൾ ജഡ്ജ്മെന്റ് അല്ലല്ലോ, നമ്മളിവിടെ ഇരിക്കുന്ന ആസ്വദ പരിപാടിയാണല്ലോ. ഈ പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരന്റെ വണ്ടിയിലാണ് ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്നത്, മാരുതി 800. എന്റെ അതെനിക്ക് ആ പേര് ട്യൂട്ടർ, എന്താ ചെറിയൊരു സ്പീക്കർ അല്ലേ, ട്യൂട്ടർ. അതിന്റെ അടുത്ത് നമ്മളെ കൊണ്ടിങ്ങനെ വെച്ചിട്ട് ഇത് JBL ബൂം സ്പീക്കർ എന്റെ ഇരിക്കുന്നത്. ഇതിൽ നിന്നൊരു പാട്ട് വന്നാൽ അതേ ക്വാളിറ്റിയോടെ ട്യൂട്ടറിൽ നിന്ന് കിട്ടി നമ്മൾ മാജിക് ആയിട്ടല്ലേ ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഈ പാട്ട് കുഞ്ഞു പാടുമ്പോൾ ട്യൂട്ടറിൽ ഒരു JBL അസാധ്യമായി ഉജ്ജ്വല, ആദ്യം തന്നെ ഈ പാട്ട് സെലക്ട് ചെയ്തതിന് വലിയ ഒരു നന്ദി. എന്താ ഈ തബലയുടെ ഒക്കെ ശബ്ദം എന്തുമാത്രം മിസ് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നത് കാലത്ത്. സത്യം, ഈ പാട്ടിലൊക്കെ ഈ കൊട്ടൊക്കെ ഉണ്ടല്ലോ, എന്ത് രസമാണ് കേൾക്കാൻ, എന്തൊരു ഭംഗിയാണ്. മാത്രമല്ല ഈ പടത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മള് ജയറാമേന്റെ കാര്യം എടുത്തു പറയുമ്പോൾ ജയറാമേണ്ട എല്ലാവരും കോമഡിയനായിട്ടും ഒക്കെ പറയുന്നെങ്കിലും അദ്ദേഹം നടനായിട്ട് ഭയങ്കരമായിട്ട് എത്രയോ സിനിമകളിൽ പെട്ടതാണെന്ന് പറയും. ഈ സിനിമ, അതുപോലെ തന്നെ ജയരാജ് സാർ തന്നെ പൈതൃകം എന്ന് പറഞ്ഞ പടം, തീർത്ഥാടനം, ഉത്തമൻ, ആ അദ്ദേഹത്തിന്റെ റേഞ്ച് മനസ്സിലാക്കിയ സിനിമകളാണ് ഈ സ്നേഹമൊക്കെ. അപ്പൊ അതുകൊണ്ട് ആ പടങ്ങളെയും കൂടി ഓർമ്മിപ്പിച്ചതിന്
നിനക്ക് പ്രത്യേകം നന്ദി. താങ്ക് യു. കുട്ടൂസ്, അപ്പൊ നമുക്ക് ഇന്നത്തെ സ്കോർ അറിയാം. ഇറ്റ് ഈസ് 96.5 ഔട്ട് ഓഫ് 100. കുട്ടൂസ്, ഓൾ ദി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം ഗ്ലൂം വരരുത്. ഓക്കെ, ബൈ ബൈ. ഇനി വരാൻ പോകുന്നത് നമ്മുടെ ജഗത് കുട്ടനാണ്. ജഗത്തിന് ശുക്രൻ അടിക്കുമോ നമുക്ക് നോക്കാം, അല്ലേ? സോ ലെറ്റ്സ് വെൽക്കം ജഗത് കിഷോർ ഓൺ സ്റ്റേജ്. നല്ല ഹാപ്പി ആയിട്ടാണല്ലോ. ഹായ് വിപിൻ ചേട്ടാ. ഹായ്ഡാ. ഹായ് ചന്തു ചേട്ടാ. ഹായ് ആദ്യ ചേച്ചി. ഹലോ. നിങ്ങള് മറ്റേ ശുക്രൻ അത് തന്നെ, അതെ അതെ. നീ ഇപ്പൊ ശുക്രൻ പ്രൊമോഷന്റെ ഭാഗമായി ആ ചോദ്യത്തിലൂടെ. അതെ അതെ. നിനക്ക് ശുക്രൻ അടിക്കുമോ നോക്കാം നമുക്ക്. അടുപ്പിക്കണം. എങ്ങനെയെങ്കിലും ഇവരൊക്കെ വന്നതുകൊണ്ട് അവരോട് പറയാന്ന് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നു. എന്താടാ വിശേഷം? ഇന്ന് എന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ നിശാന്തങ്ങളും വിജയ ആന്റിയും വന്നിട്ടുണ്ട്. ഹലോ. നിഷാദങ്ങൾ ഹായ്. വിജയാണ്ടി ഹായ്. ആ അങ്കിള് കൊറേ സിനിമയില് പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ശരി ശരി, വളരെ സന്തോഷം. അപ്പൊ ഈ ശുക്രൻ എന്ന് പറഞ്ഞ സിനിമയിലെ ഈ മ്യൂസിക് ആരാന്ന്? ഇതില് സിൽജു എന്ന് പറയുന്ന ആളാണ്. സ്റ്റിൽജു അല്ലേ? സിൽജു ആണ് മ്യൂസിക്. ഒരുപാട് പേര് ഇത് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഹരിനാരായണൻ സാറ് എഴുതിയിട്ടുണ്ട്, രാജീവ് ആലുങ്കൽ എഴുതിയിട്ടുണ്ട്. പാട്ടിന് പ്രാധാന്യമുള്ള പടം തന്നെ കേട്ടോ. 5 പാട്ട് മൊത്തം ഉണ്ട്. ഓ സൂപ്പർ. മ്യൂസിക് 5 പാട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്കൊരു സന്തോഷം. സന്തോഷം. അടുത്ത സംശയം. നെക്സ്റ്റ്. ഇനി സംശയം ഒന്നുമില്ല. തീർന്നു. അവൻ എന്തൊക്കെയോ അവിടുന്ന് പഠിപ്പിച്ച് വിട്ടതാ. മറന്നേടാ, നീ ചോദിക്കുക, എന്നാലേ പ്രൊമോഷൻ നടക്കുള്ളൂ. വേറെ സംശയമൊന്നും ഇല്ല നമുക്ക്. നീ ഒരുപാട് പാട്ടുകാരെയൊക്കെ കാണുന്നതല്ലേ, നിനക്ക് വലുതാവുമ്പോ ആരെ പോലെ ആവണം, ആരെ പോലെ പാടണം എന്നാണ് ആഗ്രഹം. ഇവിടെ ഇത്രയും നാളായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞെന്ന് പറയടേ. എന്തെങ്കിലും പറ. എനിക്ക് എന്നെ പോലെ എനക്കങ്ങനെ ഒരാളെ പോലെ ആവണം എന്നൊന്നുമില്ല. എനിക്ക് വലിയൊരു പാട്ടുകാരനായാ മതി. ഉദ്ദേശിക്കുന്ന യൂണിക്നെസ് ആണ്. മിടുക്കനാണ്, ഭയങ്കര മിടുക്കനാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ പാട്ടിന്റെ ഡീറ്റെയിൽസ് എന്താ? ഇന്നത്തെ പാട്ട് ആണല്ല പെണ്ണല്ല. ഞങ്ങൾ സന്തുഷ്ടരാണ്. എം.ജി. പാടിയ പാട്ട്. ബാക്കി ഡീറ്റെയിൽസ് രമേശ് നായർ സാർ എഴുതിയ പാട്ട്. അതെ, ഔസേപ്പ് ബച്ചൻ സാറിന്റെ മ്യൂസിക്. അതെ. ഏത് വർഷമാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? അയ്യോ, 1999. യെസ്, കഴിഞ്ഞു. അതിൽ വേറെ 2 നല്ല പാട്ടുകളുണ്ട്. കളഭം പാൽ കണ്ണെഴുതി. ഇവിടെ ഇരുന്നു പാട്ട് പാടുമല്ലോ. പാട്ടൊന്ന് കേൾക്കട്ടെ. അതെ അതെ, കേക്കണം. അതൊരു വരിയുള്ളൂ, എനിക്ക് ഓർമ്മയുള്ളൂ. ആണോ? അപ്പൊ വരി ഓർമ്മയുള്ള പാട്ട് പോരട്ടെ. തൂമഞ്ഞിൻ നെഞ്ചിലുതുങ്ങി മുന്നാഴി കനവ്, തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ്, സന്ധ്യാരാഗവും തീരവും വേപ്പിരിയും വേളയിൽ എന്തിനും വന്നു നീ പൂന്തിങ്കളേ, തൂമഞ്ഞിൻ നെഞ്ചിലുതുങ്ങി മുന്നാഴി കനവ്. സൂപ്പർ. അപ്പൊ ജഗത് കിഷോര ചന്ദ്രശേഖര നന്നായിട്ട് പാടിയാട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ൂട്ടിൽ പോയി പഠിച്ചാലും നാട്ടു നടപ്പു മറക്കാമോ?
സൂപ്പർ. താങ്ക് യു. ജഗത് എന്തോ തുമ്പ ചെന്നാഗിരി. നന്നായിട്ടുണ്ടെന്ന് തോന്നടാ. മലയാളത്തിൽ പറഞ്ഞ മലയാളത്തിലാണ്. അത് കന്നഡയാണ്. ആ അത് മനസ്സിലായി. കന്നഡയാണ്. മനസ്സിലായി. മനസ്സിലായി അതെങ്ങനെ മനസ്സിലായി? കന്നഡയാന്ന്. കന്നഡയാണെന്ന്. ശ്രീയരമ്മ ഇല്ലേ എന്നോട് ചോദിക്കലുണ്ട് ചെന്നാഗിരിയാന്ന്, പക്ഷെ ഇതിന്റെ അർത്ഥം എനിക്കറിയില്ല. ആണ്. മധു എന്തായിരുന്നു ഈ ചെന്നാഗിരി? നന്നായിട്ടുണ്ടെന്ന്. കണ്ടോ? നന്നായിരിക്കുന്നു ആ. നന്നായിരിക്കുന്നു. സൂപ്പറായിട്ടുണ്ടെന്ന് അർത്ഥം താങ്ക് യു സാർ. അല്ലേ മധു? വളരെ തുമ്പാന്ന് വെച്ചാൽ വളരെ. താങ്ക് യു സാർ. ക്യാപ്റ്റൻ യെസ്. ക്യാപ്റ്റൻ ഊട്ടിയിലാണ് പഠിച്ചത്. അല്ല, പക്ഷെ അവൻ അതാണ് ആരോപിക്കുന്നു പാട്ട്. ആരോപിക്കുന്നു. എനിക്ക് തോന്നിയതേ അതിനെ പറ്റി പറഞ്ഞിട്ട് എനിക്ക് തോന്നി ഊട്ടിയിലാണ് പഠിച്ചത്. അല്ലല്ല അല്ല 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 അല്ല. പോ ചേട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് നെഗറ്റീവ് പറയാൻ വേണ്ടി ഒരു കോറസ് നിൽക്കണത് കാണുന്നത്. നന്നല്ല. പിന്നെ നരകം എന്ന് പറയുന്നുണ്ടല്ലോ, അതെ. അത് ആര്യ കണ്ടപ്പോഴാണോ അങ്ങനെ തോന്നിയത്? അല്ല, എല്ലാം ഇന്ന് ആര്യ ചേച്ചിക്കിട്ടാ. ഇന്ന് മൊത്തം ഞാൻ ഇങ്ങനെ കാണിച്ചിട്ട് പോയതാണല്ലോ നരകം എന്ന് പറഞ്ഞത്. ആര്യ നോക്കി കുറെ കള്ളം പറഞ്ഞു കേട്ടോ. പറഞ്ഞോ. സ്നേഹ നിലാവല്ലേ എന്ന് വെറുതെ ചുമ്മാ. അപ്പൊ അതൊക്കെ നന്നായി. ഇവിടെ വന്ന് പെർഫോം ചെയ്തില്ലേ, അത് നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. എന്ന് പറഞ്ഞാൽ ഒരു സ്പേസ് അല്ലേ, പെർഫോമൻസ് ആ, സ്പേസ് yes. അല്ലേ, ആ സ്പേസിനെ നമ്മൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഉപയോഗിച്ചാലാണ് ഏറ്റവും നന്നാവുക എന്നുള്ളതിന്റെ ഉത്തമമായ ഒരു ദൃഷ്ടാന്തമല്ലേ നീ ഇന്നത്തെ, യെസ്. അല്ലേ? ആയിരിക്കും. ആയിരിക്കുമല്ല ആണ്. പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ചെറുതായിട്ടൊക്കെ എന്താ, അത് പിന്നെ മൈന്യൂട്ട്. ഇങ്ങനെ ഒരു പാട്ടാവുമ്പോഴത്തേക്ക് അങ്ങനെ അതെ. നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അതെ, എന്റെ വിചാരം, എന്റെയും. നമ്മുടെ വിചാരം. അപ്പൊ ഗംഭീരായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഓക്കെ. റൈറ്റ്. ജഗത് കിഷോർ എന്തോ നന്നായിട്ടുണ്ട് കേട്ടോ. ഗംഭീരമായിട്ട് പാടി, വളരെ നന്നായിട്ട് എന്താണോ വേണ്ടത് അത് ഇവിടെ മാക്സിമം ചെയ്തിട്ടുണ്ട്. താങ്ക് യു സാർ. വളരെ മനോഹരമായിട്ട് ചെയ്തു. പിന്നെ ഇടയിൽ അല്ലറ ചില്ലറ മൈന്യൂട്ടായിട്ടുള്ള ചില ശ്രുതി പ്രശ്നങ്ങൾ, അതൊന്നും ഈ പാട്ടിൽ നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ എം ജി ഞങ്ങൾ പറഞ്ഞില്ലേ, ആ മുടി മുറിച്ചത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ആണോ? ഇഷ്ടപ്പെട്ടില്ല. നിനക്ക് മുടി ഉള്ളതാണോ ഇഷ്ടം? ഒന്നുകൂടെ മുടി മുറിച്ച് കാണിക്കാം. ഉള്ളതാ ഇഷ്ടം. മുടി മുറിച്ചാലും ആ, എടുത്താലും. മുറിഞ്ഞു. യെസ്, കറക്റ്റായി. അപ്പൊ എന്തായാലും ഇന്ന് കലക്കി. താങ്ക് യു സാർ. ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ വേണം ശരിക്കും. അതെ. ഇവിടെയൊക്കെ യൂസ് ചെയ്യണം. എന്തിനാ ഇവിടെ ഇത്ര സ്ഥലം ഇട്ടേക്കണത്? അതെ. യൂസ് ചെയ്യണം. ആ, ഓക്കെ. ഇടയ്ക്ക് അവരുടെ അടുത്തും പാവം ചേട്ടന്മാരല്ലേ, അവരുടെ അടുത്തും പോവാൻ വേണമെങ്കിൽ. ഉം. ഓക്കെ അപ്പൊ എന്തായാലും കലക്കി, അടിപൊളി. താങ്ക് യു. യെസ്. ജഗത്കുട്ട, എന്തോ ഞാൻ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഓഡിയൻസിന്റെ അടുത്ത് ഇങ്ങനെ പോകും. പക്ഷെ ഇന്ന് ജഗത്കുട്ടിന് ഇവിടെ വന്നിട്ട് പാടിയപ്പോൾ എനിക്ക് കറക്റ്റ് ആ ഒരു ഓഡിയൻസിന്റെ പെർസ്പെക്റ്റീവ് കിട്ടിയിട്ട് ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഐ എൻജോയ്ഡ് ഇറ്റ് ആസ് എൻ ഓഡിയൻസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്, നല്ല ഇന്ററാക്റ്റീവ് ആയിരുന്നു. ജസ്റ്റ് അമേസിങ്, ഗ്രേറ്റ് പെർഫോമർ യു ആർ. താങ്ക് യു. കേട്ടോ, താങ്ക് യു. ദിവനെ എന്തോ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഓൾറെഡി ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ പറയായിരുന്നു അന്നത്തെ ആ സമയത്ത് അടിപൊളി പാട്ട് എന്ന് പറഞ്ഞാൽ നേരെ എം ജി അണ്ണന്റെ സൗണ്ട് ആണല്ലോ. അതെ, അതെ. അപ്പൊ ഈ പാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഇടയിലുള്ള പരിപാടിയൊക്കെ ഈ അടിച്ചുപൊളിയുടെ ഇടയിൽ തന്നെ കുറെ നല്ല സംഗതി പരിപാടികളും പോകുന്നുണ്ട്. നല്ല മെലഡിയും കയറിയ പോലത്തെ ഒരു പാട്ടാണിത്. നന്നായിരുന്നു കേട്ടോ പാട്ട്. താങ്ക് യു. സൂപ്പറായിരുന്നു. എനിക്ക് എന്നാലും മറ്റേ കോറസ് തന്നെ ഇഷ്ടം. ആ കലഹം എന്ന് പറഞ്ഞ നെഗറ്റീവ്. നെഗറ്റീവ് നന്നല്ല, അവരെ എനിക്കിഷ്ടം. കണ്ടോ, അതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്ത് രസമായിട്ടാ പാടിയേ. ഞാൻ എന്നെ അങ്ങോട്ട് നോക്കണം. എനിക്ക് വന്നപ്പോ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് അതിന്റെ കവിളത്ത് പിടിക്കാതെ സത്യം. ഒന്ന് ചെന്നിട്ട് പൊക്കോ, വേണം. പൊക്കോ. ഇവിടെ നിന്ന് എന്താണ് സീസൺ ആണോ ഇതിന്റെ? അതെ. ഒരാൾ ഉമ്മ വയ്ക്കാൻ തോന്നുന്നു, വേറെ ആള് കവളത്ത് പിടിക്കുന്നത്. അവ ചാടി പുറപ്പെടുകയും ചെയ്തു. നീ കൂടുതകർത്താലോ മഞ്ഞടിപ്പൂവല്ലേ ഇന്നു മല്ലിനും വില്ലിനും വന്നാലോ. ആദ്യ ഇവിടെ വരുമ്പം ആര് വന്നാലും ഒന്ന് കവളി തുടങ്ങണം എന്നൊരു പ്രൊമോഷന്റെ പരിപാടി ആലോചിച്ചു. അല്ലല്ല, ഞാൻ അതുകൊണ്ട് ക്യാമറ കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ കെട്ടിപ്പിടിക്കുന്നു. വീടല്ല ഇത് എന്തത്? അല്ല, ഞാൻ മനുഷ്യനടുത്ത് പറയുന്നത്, എൻ്റെ വൈഫ് പേര് സ്വാതി എന്ന, അവിടെ ഒരു ഐഡിയ സ്റ്റാർ സിംഗർ ആ സീസണിൽ അതിൽ കണ്ടസ്റ്റൻസ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് അവളത് അതിനുശേഷം ഇവാനസിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു, പിന്നെ ഞങ്ങൾ കല്യാണം കഴിച്ചത്. അപ്പൊ അത് പറയുമ്പം നമ്മൾ ഒരുപാട് ഓൺ സ്റ്റേജ് പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഫ്ലോറിൽ അവളുടെ എക്സ്പീരിയൻസ് പറയുമ്പം ഇന്ന് ഞാനത് മനസ്സിലാക്കുന്നത്. ആ, ഇവാനിസിൽ നേരിട്ട് പഠിച്ച കാണുമ്പോ. ആളാണോ? ഓ. ഞാനതിലും സീനിയർ. ഇത് വേറൊരു ബ്രീഡാണ്. അതെ, വേറൊരു. അപ്പോൾ ഇപ്പോഴാണ് അത് എത്ര ഇന്റിമിഡേറ്റിംഗ് ആണ്. ജഡ്ജസ് ഒക്കെ ഇരിക്കുന്നു, ഇങ്ങനെ ഫ്ലോർ, അതിന്റെ പ്ലാനിങ്. അവള് കുറച്ചും കൂടെ പ്രായം ആയപ്പോഴാണ് അത് അങ്ങനെ ഇതിൽ വന്നത്. പക്ഷെ മോനെ
ആ ധൈര്യം ഉണ്ടല്ലോ ഇവിടെ വന്ന് അങ്ങനെ പ്രസന്റ് ചെയ്യാൻ ഇത്രയും പേരുടെ മുമ്പിൽ അത് തന്നെ വലിയ കാര്യം. പിന്നെ നമ്മളൊരു കുറച്ചുകൂടെ പിറകിലോട്ട് കൊണ്ടുപോയി നന്നായിട്ട് പെർഫോം ചെയ്തു. ഐ തിങ്ക് ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ്. അടിപൊളിയാവട്ടെ കേട്ടോ. മീനാക്ഷിയുടെ അനുഗ്രഹം. താങ്ക് യു. ജഗത്തിനെ ഇന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ നിതിൻ സർ എത്തിയിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിനോട് ചോദിക്കാം നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിലെ ഞാൻ ഇവന്റെ പാട്ട് കേൾക്കുന്ന ആളാണ്. ഇവൻ കൊട്ടിപ്പാടുന്ന ആളായിരുന്നു ചെറുപ്പത്തിൽ. ഇന്നും വളരെ മനോഹരമായിട്ട് പാടുന്നു എന്നുള്ളതാണ്. ജഗത് ഗ്രേറ്റ്. താങ്ക് യു സർ. വിപിനെ, ഞാനൊരു 50 അങ്ങോട്ട് തരും. 50 അങ്ങനെ ഞാനും ഒരു 50 ഇട്ട്. 50 ഇട്ട് അപ്പൊ 100 ആയില്ലേ? You're going to be awarded 100 on 100 today. ഞാനേ വൈകിട്ട് ഷെയർ ഇടുന്ന പോലെ 50 ഇട്ടപ്പോ നീ ഗോൾ അടിച്ചടാ നിനക്കാടാ ശുക്രൻ. എടാ ചെറിയ 2 മിഠായി എനിക്ക് കൊണ്ടുപോകാൻ. എനിക്കൊരു കുഞ്ഞു കൊച്ചുണ്ട് മിഴി കൊടുക്കാന്. ഇവനും ഉണ്ടെന്ന് നീലാംശ്. എം ജെ അങ്കിൾ, നമ്മുടെ ജഗത് കുട്ടനാണ് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ. യെസ്. ആരാണ് ശുക്രൻ ടീം എന്ന് ഒരാളെ വിളിക്കാം നമുക്ക്. ബിപിൻ ചേട്ടാ വെൽക്കം. ബിപിൻ ചേട്ടാ ഇതാണ് ഗിഫ്റ്റ്. അറിയാവുന്ന തന്നെ ബ്രഷ് ബിഫോർ ബെഡ്. ആര്യ ചേച്ചി എല്ലാം പോയി. ജഗത്തിന്റെ ഇന്നത്തെ പെർഫോമൻസിന് വെല്ലുവായിട്ട് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ബ്രഷ് ബിഫോർ ബെഡ്. എടാ അടിപൊളിയായിരുന്നു. അതുമില്ല ഞാൻ അതെ. അപ്പൊ രണ്ടുപേരും ഹാപ്പി അല്ലേ? ഭയങ്കര ഹാപ്പി. ശുക്രൻ അടിച്ചു നമുക്ക്. നിനക്ക് ശുക്രൻ അടിച്ചടാ. ഇനി ബിപിൻ ചേട്ടനും അടിക്കട്ടെ. ഉറപ്പായിട്ടും. യെസ്. ഓക്കെ. താങ്ക് യു. താങ്ക് യു. താങ്ക് യുടാ. ബൈ ബൈ. ഗുഡ് നൈറ്റ്. അപ്പൊ നമ്മള് ശുക്രന്റെ കുറെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. നിങ്ങൾ ഇവിടുത്തെ ടോപ്പ് സിംഗറിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. അപ്പൊ നമ്മൾ ടേംസിലെത്തി അല്ലേ? അപ്പൊ ഇപ്പൊ നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത് എന്താ പറയാ? ഇപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണല്ലോ. ശുക്രൻ ഞാൻ പറഞ്ഞില്ലേ ഒരു ഫാമിലി ഓഡിയൻസിന് വേണ്ട എല്ലാ ചേരുവകളും ചേർത്തിണക്കിക്കൊണ്ടാണ് ഈ സിനിമ ഒരുങ്ങുന്നത്. എന്റെ ബോംബ് കഥ, മാർഗംകളി, ആ സിനിമയ്ക്കൊക്കെ ശേഷമുള്ള ഒരു ക്ലീൻ ഫാമിലി എന്റർടൈനർ ആയിട്ടാണ് ഈ സിനിമ. അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഈ സിനിമ. എന്താ ബിപിൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഫാമിലിക്ക് എന്താ കോളേജ് എല്ലാവർക്കും സ്റ്റുഡൻസിനും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മൂവി ആയിരിക്കും. നല്ലൊരു റോം കോം ഫാമിലി ത്രില്ലർ ആണ്. ചേട്ടൻ എനിക്ക് അപേക്ഷയാണുള്ളത്. ഇത്രയും ഞങ്ങൾ പ്രൊമോഷൻ ചെയ്ത് ഇത്രയും വരെ എത്തിച്ചു. മധുചേട്ടനെ കൊണ്ട് ശുക്ര ഷൂ മാത്രം ഏറ് മാത്രമൊക്കെ ലാസ്റ്റ്. കാരണം എന്താ വെച്ചാൽ വി ആർ വെരി കോൺഫിഡന്റ് ദാറ്റ് ദിസ് ഫിലിം ഇസ് ഗോണ ബി എ നൈസ് മൂവി. അപ്പൊ എല്ലാവരും ദയവ് ചെയ്ത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇറ്റ്സ് എ റിക്വസ്റ്റ്. ഓക്കെ. അപ്പൊ താങ്ക് യു ചേട്ടാ. അപ്പൊ ആ സന്തോഷത്തിൽ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും വരേക്കും എല്ലാവരുടെ അടുത്തുനിന്നും പ്രേക്ഷകർക്ക് ടാറ്റാ ബൈ. സീ യു. ശുക്രൻ.